Nucleus Properties Close Encounter brought to you by Nucleus Premium Villas and Apartments, Kochi, Kottayam, Thiruvananthapuram. Live life. നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ TM തോമസ് ഐസക്കാണ് ഇന്നത്തെ അതിഥി. സ്വാഗതം ശ്രീ തോമസ് ഐസക്. കേരളത്തിന് ഒരു ബദൽ വികസന പരിപ്രേക്ഷ്യം മുന്നോട്ട് വയ്ക്കാൻ LDFനുണ്ടോ? ഇത്തവണ എന്തിന് ജനങ്ങൾ LDFന് വോട്ട് ചെയ്യണം? UDFിൻ്റെ വികസന കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ആ വിഷൻ 2030 എന്ന രേഖയിലാണ്. ഇത്തവണത്തെ അവരുടെ മാനിഫെസ്റ്റോയിലും അതെടുത്ത് 2 പേജായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നേർഘടക വിരുദ്ധമാണ് LDFിൻ്റെ വികസന കാഴ്ചപ്പാട്. ഞങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിൻ്റെ കച്ചവടവൽക്കരണത്തിൽ വിശ്വസിക്കുന്നില്ല. വിഷൻ 2030 കച്ചവടമാക്കണമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് ട്രേഡബിൾ സെക്ടേഴ്സാക്കി ഇതിനെ മാറ്റണം, എന്നാലേ നിക്ഷേപം ഉണ്ടാവൂ എന്നുള്ളതാണ്. കേരളത്തിലെ ഭൂമിയെ അതൊരു വിൽപ്പന ചരക്കാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ നിക്ഷേപത്തിന് ആകർഷിക്കുക ഇല്ല. LDFന് അത്തരമൊരു സമീപനമില്ല. നമ്മുടെ പരമ്പരാഗത മേഖലകളിലെ തൊഴിലാളികൾക്ക് സമ്പൂർണ്ണ സംരക്ഷണം, അവർക്ക് വരുമാനവും തൊഴിലും ഉറപ്പുവരുത്താൻ ഒരു പദ്ധതി അത് UDFിൻ്റെ മാനിഫെസ്റ്റോ വായിച്ചാലുണ്ടാവില്ല. LDFിൻ്റെ ഉണ്ട്. ഇത്തരത്തിൽ വളരെ കാതലായിട്ടുള്ള വ്യത്യാസം LDFും UDFും തമ്മിലുണ്ട്. ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് ഈ വ്യത്യാസത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. UDFനെ സംബന്ധിച്ചാണെങ്കിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ വികസന പ്രവർത്തനങ്ങളുണ്ട്. ശരിയാണ്, മൂലധന ചെലവ് കണക്ക് നോക്കിയാൽ കുറഞ്ഞു വരികയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ. പക്ഷേ കൊച്ചി മെട്രോ നോക്കൂ, സ്മാർട്ട് സിറ്റി നോക്കൂ, കണ്ണൂർ വിമാനത്താവളം നോക്കൂ എന്ന് ജനങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കാൻ UDFനെ സംബന്ധിച്ചുണ്ട്. അവരോടാണ് നിങ്ങൾ വേറൊരു വികസനമാണ് ഞങ്ങളുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അല്ലല്ല, ഇതൊക്കെ തുടങ്ങിയത് ഞങ്ങളാണ്. ഇങ്ങനെയുള്ള വൻകിട വികസന പദ്ധതികളുടെ സ്വഭാവം രണ്ടാണ്. ഒന്ന്, ഒരു സർക്കാർ കാലത്ത് തുടങ്ങി തീർക്കാൻ പറ്റില്ല, തുടർച്ചകളാണ്. സ്മാർട്ട് സിറ്റി LDFിൻ്റെ കാലത്ത് ഒപ്പുവെച്ചതല്ലേ. കണ്ണൂർ വിമാനത്താവളം എൻ്റെ ഭൂമി മുഴുവനും LDFിൻ്റെ കാലത്ത് ഏറ്റെടുത്ത് ഇനി റൺവേ കിട്ടാൻ വെച്ചാൽ മതി എന്നുള്ള നിലയിലല്ലേ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തത്. കൊച്ചി മെട്രോയുടെ പ്രൊജക്റ്റ് സമർപ്പിച്ചത് LDF അല്ലേന്ന്. അത് ഇന്നത്തെ മോഡലിൽ തന്നെ വേണം, പൊതുമേഖലയിൽ വേണം എന്ന് ശഠിച്ചത് LDF അല്ലേ. അത് UPA സർക്കാർ സമ്മതിക്കാത്തതുകൊണ്ടല്ലേ നടപ്പാക്കാൻ പ്രയാസം നേരിട്ടത്. ഇതുപോലെ ഏത് പ്രൊജക്റ്റ് എടുത്താലും 1, 2, 3 സർക്കാരുകൾ കൊണ്ട് തീരുന്നതാണ്. ഇതൊന്നും തീർന്നിട്ടുമില്ല. ഇതൊക്കെ LDFിൻ്റെ ഭരണം തീർക്കുകയും ചെയ്യും. ജനങ്ങളുടെ ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ന് മാത്രമല്ല, വികസനവും കരുതലും എന്ന UDF മുന്നോട്ട് വെച്ച മുദ്രാവാക്യമുണ്ടല്ലോ. സാമൂഹ്യക്ഷേമ പദ്ധതികൾ എടുക്കുക, ജനക്ഷേമ പദ്ധതികൾ എടുക്കുക. അതിപ്പോൾ കാരുണ്യ ഫണ്ടിൻ്റെ ഭാഗമായിട്ടാകട്ടെ, മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാകട്ടെ, ഏതാണ്ട് എല്ലാ വീട്ടിലും തന്നെ സർക്കാരിൻ്റെ ഒരു സഹായം എത്തിക്കാനായി എന്നൊരു അഡ്വാൻറ്റേജ് ഈ സർക്കാരിനില്ലേ? നേരത്തെ LDF മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ LDF ചെയ്യാറുള്ള ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു പ്രാധാന്യം UDFും നൽകിയിട്ടുണ്ട്. അത് വസ്തുത തന്നെ. പക്ഷേ എന്താണ് വ്യത്യാസം? ഇതെല്ലാം പേട്രണേജിനുള്ള അവസരങ്ങളാക്കി മാറ്റി, ആശ്രിതരെ സൃഷ്ടിക്കാനുള്ള അവസരങ്ങളാക്കി മാറ്റി, അവകാശത്തിനല്ല. ഉദാഹരണത്തിന് കാരുണ്യ, നല്ല കാര്യം. ഇങ്ങനെയുള്ള തീരെ മാറാ രോഗം വരുന്നവർക്ക് സർക്കാർ ഇന്ന് ധനസഹായം നൽകേണ്ടി വരും. പക്ഷേ മാറാ രോഗമല്ലാത്തവർക്ക് 35,000 രൂപയുടെ ലിമിറ്റുള്ള ഇൻഷുറൻസ് ഉണ്ടല്ലോ. അതിൻ്റെ തുടർച്ചയായിട്ട് ഇത് ചെയ്താൽ പോരെ, സംയോജിപ്പിച്ച്. അർഹതരായവർ ആര്, അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകണം. എന്തിനാ ഓരോ പ്രാവശ്യം മന്ത്രി ഒപ്പുവെക്കുന്നത്? കാണിച്ച മുഖ്യമന്ത്രിക്ക് ദുരിതാശ്വാസ വിതരണ പരിപാടിയുണ്ട്, അപ്പോൾ പിന്നെ ധനമന്ത്രിക്കൊന്ന് വേണം. എന്തുവാ ധനമന്ത്രിയും ഇതുമായിട്ടുള്ള ബന്ധം? പറ, ഈ ആശുപത്രിയായിട്ടുള്ള ബന്ധം. പക്ഷേ ധനമന്ത്രിക്ക് പേട്രണേജിനൊരു സന്ദർഭം വേണം, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പല്ല നടപ്പാക്കേണ്ടത്. അപ്പോൾ ആരോഗ്യവകുപ്പ് അതുകൊണ്ട് വേറെ ഒന്നുണ്ടാക്കി. പിന്നെ മുനീറിന് വെറുതിരിക്കാൻ പറ്റും, അദ്ദേഹം താലോലൊന്നും പറഞ്ഞ് വേറൊന്നും നടക്കുക. ഇങ്ങനെ ഈ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഈ ആശ്രിതരെ സൃഷ്ടിക്കാനുള്ള ഏർപ്പാടുകളാക്കി മാറ്റി. LDF പറയുന്നതല്ല, ഇതൊക്കെ ജനങ്ങളുടെ അവകാശമാണ്. ജനങ്ങൾ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ അവകാശമായി മാറിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഇതിനെയൊക്കെ സംയോജിപ്പിച്ച് അർഹരായവരാരോ അവർക്കിതൊക്കെ
ഇങ്ങനെ കാലും വീണ് കിടക്കാതെ തന്നെ കിട്ടാനുള്ള ഏർപ്പാടുണ്ടാകും. LDFിൻ്റെ പ്രകടന പത്രികയെ താങ്കളുടെ ഒരു മസ്തിഷ്ക ശിശുവായി കാണുന്നവരുണ്ട്. പല മേഖലകളിലും മുൻപ് ഇല്ലാതിരുന്ന പല മേഖലകളെക്കുറിച്ചുമുള്ള പരാമർശങ്ങളുണ്ട്. ഭാവനാസമ്പന്നമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രായോഗികത ഒരു സർക്കാരിനെ സംബന്ധിച്ച് പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന പ്രായോഗികമായ നിർദ്ദേശങ്ങളാണോ ഇവ? ഒന്നും ഞങ്ങളുടെ കൂട്ടായിട്ടുള്ള ചർച്ച ചെയ്യാം, എൻ്റെ തലയിലല്ല. അതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ച് കാണും. പക്ഷേ 20 വിഷയ സെമിനാറുകൾ എല്ലാം കൂടി ഒരു 5000-ത്തോളം ആൾക്കാർ പങ്കെടുക്കുന്നത്, ഇതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടൊരു പഠന കോൺഗ്രസ്, അതിൽ 2000-3000-ത്തോളം ആളുകൾ പങ്കെടുക്കുന്നതാണ്. 52 സമ്മേളനങ്ങളാണ്. ഇതുപോലുള്ള വിപുലമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ്. അപ്പോൾ ഒരു ചോദ്യം, ഇതൊക്കെ പ്രായോഗികമാണോ? എന്താ പ്രായോഗികതയ്ക്ക് പ്രശ്നം? ആവശ്യമാണോ എന്നതിനെക്കുറിച്ച് തർക്കമില്ല, പ്രായോഗികമാണോ എന്നതിനെക്കുറിച്ച് 2 കാര്യമുള്ളൂ പ്രായോഗികതയെ സംബന്ധിച്ച്. ഒന്ന്, പണമുണ്ടോ ഇതൊക്കെ ചെയ്യാൻ. 2, പണമുണ്ടെങ്കിലും അത് ചോരാതെ കൃത്യമായിട്ട് നടപ്പാക്കാനുള്ള ശേഷിയുണ്ടോ എന്നുള്ളതാണ്. പണമുണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അല്ല, ഈ പണമുണ്ടാകുമോ എന്നുള്ള ചോദ്യം വരുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് SPV രൂപീകരിച്ച് വായ്പയെടുത്ത് അവരെ കൊണ്ട് പദ്ധതി നടത്തിപ്പിക്കുക എന്ന ഐഡിയ താങ്കൾക്ക് നേരത്തെയും ഉണ്ടായിരുന്നു. താങ്കളുടെ ബജറ്റ് പ്രസംഗത്തിൽ അത് പറയുകയുണ്ടായി. പക്ഷേ അങ്ങനെ ഉദ്ദേശിച്ചതുപോലെ 50,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നില്ലല്ലോ. അത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് മോഡൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതൊരു പൊതു അഭിപ്രായ സമന്വയത്തിലേക്കൊക്കെ വരണം. അതിനുവേണ്ടി ചർച്ചയ്ക്ക് വെക്കുന്നൊരു സന്ദർഭമാണ്. ഇങ്ങനൊരു കമ്പനി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഫീസിബിലിറ്റി സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റെയിൽ ഇടനാഴി വേണം, അതിൻ്റെ കമ്പനി രൂപീകരിച്ച് അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി തീർത്തു. അങ്ങനെയാണ് പോവുക. ഒറ്റയടിക്ക് നമുക്ക് പറഞ്ഞതിന് പിറ്റേന്ന് നടപ്പാക്കാൻ പറ്റുന്നതല്ല. LDFിന് പല കാര്യങ്ങളിലും നയവ്യക്തതയുള്ളപ്പോൾ മാനിഫെസ്റ്റോയിൽ തന്നെ മദ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു നയവ്യക്തതയുടെ അഭാവമുണ്ട്. മദ്യവർജനമാണ് ഞങ്ങളുടെ നയമെന്ന് മാനിഫെസ്റ്റോ പറയുന്നു. മദ്യനിരോധനം നടത്തി ഒരു കെടുതിയിലേക്ക് പോകാൻ ഞങ്ങളില്ല എന്ന് പിണറായി വിജയൻ പറയുന്നു. അതേസമയം UDF സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളൊന്നും പിൻവലിക്കില്ല എന്ന് സീതാറാം യെച്ചൂരി പറയുന്നു. യെച്ചൂരി പറഞ്ഞതാണ് നയമെന്ന് VS അച്യുതാനന്ദൻ പറയുന്നു. വലിയ അവ്യക്തതയും ആശയക്കുഴപ്പവും. അങ്ങനെ ഒരു അവ്യക്തതയൊന്നുമില്ല. ഓരോരുത്തർ ഓരോ സന്ദർഭങ്ങളിൽ പറയുന്നവ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് തർക്കമുണ്ടെന്നോ പ്രശ്നമുണ്ടെന്നോ പറയുന്നതിൽ യാതൊരർത്ഥമില്ല. LDF ആദ്യം മനസ്സിലാക്കാം, മദ്യ ഉപഭോഗം വർദ്ധിപ്പിക്കാനല്ല കുറയ്ക്കാനാണ് ശ്രമിച്ചു വരിക. UDF ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഇതിനെ മാറ്റിയിരിക്കുന്നു. അവിടെ ആ ചൂണ്ടയിൽ നിങ്ങൾ കൊത്തുകയും അതേസമയം തന്നെ അക്കാര്യത്തിൽ വളരെ സ്പെസിഫിക്കായി ഇപ്പോൾ 30 ബാറുകൾക്കാണല്ലോ FL3 ലൈസൻസ് ഉള്ളത്, പഞ്ചനക്ഷത്ര ബാറുകൾക്ക്. അതിൽ കൂടുതലായി ഞങ്ങൾ വന്നാൽ ഒരു FL3 ലൈസൻസും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നല്ലോ. ഇന്നലെയല്ലേ പറഞ്ഞത് കൊടുക്കില്ലെന്ന്? അതിന് മുമ്പ് കൊടുക്കുമെന്ന് പറഞ്ഞ പത്രസമ്മേളനം നടത്തിയല്ലേ മുഖ്യമന്ത്രി? ഇയാൾ തുള്ളുമ്പോഴൊക്കെ ഞങ്ങൾ തുള്ളേണ്ട ആവശ്യം എന്താണെന്ന്? ഞങ്ങൾ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ മദ്യപാനശീലം വളർത്താൻ ഒരു കാര്യവും ചെയ്യത്തില്ല. മദ്യ ഉപയോഗം കുറയ്ക്കാൻ എങ്ങനെയൊക്കെ പറ്റുമോ അത് ഞങ്ങൾ നോക്കും. പക്ഷെ നിരോധിച്ചുകൊണ്ടല്ല. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് എന്താ? ഒരു സാക്ഷരത പോലുള്ള ജനകീയ പ്രസ്ഥാനം. ഇന്ന് നിങ്ങൾ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്നുണ്ടോ? പണ്ട് ഞങ്ങളുടെ യോഗത്തിന് പോയാൽ ബീഡിക്കുറ്റിയുടെ ബഹളമാണ്. സിഗരറ്റ് വലിക്കും, അത് ബീഡി വലിക്കുന്നതാണ് സ്വല്പം വിപ്ലവകരം. പിന്നെ ചാർമിനാറായാൽ കേമം, സിസറൊക്കെ വളരെ സോഫ്റ്റ് എന്നൊക്കെ ഞാൻ പഠിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ ഉപബോധം മനസ്സിൽ ഇതെവിടെ സിഗരറ്റ് വലിക്കുന്നത്, ബീഡി വലിക്കുന്നത് എവിടെ പോയി? ആരെങ്കിലും നിരോധിച്ചിട്ടാണ്? നിങ്ങൾക്ക് പൈസ കൊടുത്താൽ കിട്ടുമല്ലോ എപ്പോഴും. പക്ഷേ അത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമല്ലാതായിട്ട് മാറി. അത് മോശമാണെന്നുള്ള ചിന്ത വന്നു. ഇതിനുതകുന്ന രീതിയിലുള്ള ക്യാമ്പയിൻ, ഇവിടുത്തെ എക്സൈസ് വരുമാനത്തിൻ്റെ ഗണ്യമായൊരു തുക ഈ ബോധവൽക്കരണത്തിന് വേണ്ടി വെക്കും. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല, ഏതൊക്കെ ഏജൻസികളാണോ മദ്യനിരോധനത്തിന്, അവർ മദ്യനിരോധനം നമുക്ക് യോജിപ്പില്ലെങ്കിൽ ആയിക്കോട്ടെ പ്രചരിപ്പിച്ചോ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള മദ്യവർജനത്തിലുള്ള ബോധവൽക്കരണത്തിന് വലിയ തോതിൽ പണം കൊടുക്കുകയും പണം ചെലവഴിക്കുകയും ആളുകളെ നിലനിർത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മദ്യ ഉപഭോഗം കേരളത്തിൽ കുറയ്ക്കും എന്നുള്ളതാണ് നിലപാട്. ശരി, അപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, വീര്യം കൂടിയ മദ്യം വിൽക്കാനുള്ള FL3 ലൈസൻസ് LDF സർക്കാർ വന്നാൽ ആർക്കെങ്കിലും കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് എല്ലാ വർഷവും അല്ലേ ഇതുവരെ തീരുമാനിച്ചുകൊണ്ടിരുന്നത്? ഞങ്ങൾ പറയുന്നു മദ്യ ഉപഭോഗം കുറയ്ക്കാനുള്ള നിലപാട് സ്വീകരിക്കും. ഭരണം വന്നാൽ കൃത്യമായിട്ട് നിലപാടെടുക്കുകയും ചെയ്യും. ഞങ്ങൾ നിലപാടെടുത്തപ്പോൾ ചാരായം തിരിച്ചു കൊണ്ടൊന്നുമില്ല. അതുകൊണ്ട് ഇല്ലാത്ത വേവലാതികൾ ഇതുപോലെ അവസരവാദപരമായിട്ട് ഓരോ ഘട്ടത്തിലും
കഴിഞ്ഞ ആഴ്ച ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഖ്യമന്ത്രി നയത്തിന് അനുസൃതമായ കൊടുത്ത് ന്യായീകരിച്ചാൽ വന്നതല്ലേ 5 സ്റ്റാർ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കി അവർ മാറ്റാൻ ശ്രമിക്കുകയാണ്. ആ വെട്ടിലൊന്നും ഞങ്ങൾ വീഴുന്നില്ല. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കേരള വികസനവുമായി ബന്ധപ്പെട്ടുണ്ട്. തീർച്ചയായും. പക്ഷേ ഏതാണ് മുഖ്യ ചർച്ചാ വിഷയമാകുന്നത്? ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് വ്യവഹാരമായി വരുന്നത് മദ്യം ആണ്. എന്തുകൊണ്ടാണ്? UDF സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും അധികം അഴിമതി ആരോപണങ്ങൾ നേരിട്ട സർക്കാർ എന്ന ഒരു അപഖ്യാതിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് പിന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഞങ്ങൾ പറയാം. മാനിഫെസ്റ്റോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അപ്പുറത്തേക്ക് വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ നേതാക്കന്മാർ കൂടി ആലോചിച്ച് പറയട്ടെ. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഒരു സംശയത്തിനും ഇടയില്ല. കേരളത്തിലെ മദ്യ ഉപഭോഗം വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടിയും LDFിൻ്റെ ഭാഗത്തുണ്ടാകില്ല. LDFിനെ സംബന്ധിച്ച് തന്ത്രപരമായ ചില പിഴവുകൾ പറ്റിയിട്ടില്ലേ? ഒരു സർക്കാർ അധികാരത്തിലിരുന്ന് തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ അവരാണ് പ്രതിരോധത്തിലാകേണ്ടത്, അവരാണ് ആരോപണങ്ങൾ നേരിടേണ്ടത് എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ LDFിനെ സംബന്ധിച്ച് ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിരോധത്തിലേക്ക് വലിയേണ്ടി വന്നിട്ടില്ലേ? ഏത് കാര്യത്തിൽ? ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, ഒന്ന് മദ്യം, രണ്ടാമത്തേത് CPIMലെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതല്ലാതെ ബാർ കോഴയോ സോളാർ കോഴയോ ഒന്നും തെരഞ്ഞെടുപ്പ് രംഗത്തില്ലല്ലോ, പൊതു ചർച്ചകളിലില്ലല്ലോ. CPMന്റെ വൈരുദ്ധ്യത്തെക്കുറിച്ച് തലയിൽ കിടന്ന് ഒരുപാട് ഓളം വെട്ടുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഈ CPMലെ വൈരുദ്ധ്യം തർക്കങ്ങൾ ഉൾപ്പാർട്ടി തർക്കങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ. ദൗർഭാഗ്യം, ഒരിക്കലും കമ്മ്യൂണിസ്റ്റോട് നടക്കാൻ പാടില്ലാത്ത അന്ന് ഭവിച്ചു. എത്ര തടുപ്പ് നേരിട്ടു? അന്നുണ്ടായ സംഭവവികാസങ്ങളും ഇവിടെ താരതമ്യപ്പെടുത്തു. ഇന്ന് പിണറായി വിജയനും BSും ഞങ്ങൾ ഒരുമിച്ച് ഉമ്മൻചാണ്ടി ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്, ഞങ്ങൾ പട നയിക്കുകയാണ് എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഈ പറയുന്ന വാചകങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ഊന്നിലെടുത്തുകൊണ്ട് അത് വലിയ പ്രശ്നമായിട്ടാക്കാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിന് കുറ്റം പറയണ്ട, അവരൊരു രാഷ്ട്രീയമല്ലേ കൈകാര്യം ചെയ്യുന്നത്, അവർ ശ്രമിക്കും. ഞങ്ങളത് വീഴാൻ പോകണം, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വേവലാതിയില്ല. മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള. ഈ തെരഞ്ഞെടുപ്പിനൊരു അജണ്ട സെറ്റ് ചെയ്യാൻ LDFിനെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ടോ? KPCC പ്രസിഡന്റ് തന്നെ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാനാവില്ല എന്ന് KPCC യോഗത്തിൽ പറഞ്ഞ അഭൂതപൂർവമായ ഒരു രാഷ്ട്രീയ അവസരം LDFിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അത് തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ വ്യവഹാരമാക്കാൻ കഴിയാതെ പോയത്? ഇത് ഞങ്ങളെ സംബന്ധിച്ചുള്ള മുഖ്യ വ്യവഹാരമാണ്. പക്ഷേ ഇന്ന് ഏതാണ് വ്യവഹാരവും തീരുമാനിക്കുന്നത് ആരാ? ഞാൻ മൈതാനത്ത് പ്രസംഗിക്കുന്നതാണോ? 1000 പേരിലേക്ക് കേൾക്കുള്ളൂ. മാധ്യമ നിലപാടുകൾ വളരെ പ്രധാനമാണ്. കേരളത്തിലെ 2 പത്രങ്ങൾ, മനോരമ, മാതൃഭൂമി, UDFിന് വേണ്ടിയിട്ട് ലഘുലേഖകളായിട്ട് ദിവസം വീടുകളിൽ 10 പൈസ ചിലവില്ലാതെ ഇറക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ അജണ്ട തീരുമാനിക്കുന്നതിൽ ഇവർക്കൊരു വലിയ പങ്കുണ്ട്. ഭാഗ്യത്തിന് ഇപ്പോൾ ഫേസ്ബുക്കും ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആരോടും ചോദിക്കേണ്ട, നമുക്കതിൽ എഴുതാം, ഞങ്ങളൊക്കെ അതിൽ എഴുതുന്നുണ്ട്. എന്നാലും അത് റീച്ച് ചെയ്യുന്നതിൻ്റെ പ്രത്യേക വിഭാഗമാണ്. ഒരു 20% വോട്ടർമാരിലേക്ക് എത്തത്തുള്ളൂ. ബാക്കിയുള്ളവർ ഈ മാധ്യമങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള അജണ്ട സ്വീകരിക്കുന്ന അജണ്ട ഞങ്ങൾ പറയുന്നതല്ല. അതുകൊണ്ട് അതിൻ്റെ സ്വാധീനമുണ്ട്. അതിന് മറികടക്കാനാണ് ഞങ്ങൾ ഗൃഹസന്ദർശന പരിപാടിയിലൂടെ മറ്റ് പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ എല്ലാം ശ്രമിക്കുന്നത്. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന അജണ്ടയ്ക്ക് ഏതെങ്കിലും തരത്തിൽ വിധേയമാകേണ്ട ഒരു ബാധ്യതയും ഇടതുപക്ഷത്തെ നേതാക്കൾക്കില്ലല്ലോ. അതിപ്പോൾ നേതാക്കളുടെ പത്രസമ്മേളനങ്ങളാകട്ടെ, പ്രസംഗങ്ങളാകട്ടെ, ഇത് മാധ്യമങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ എന്താണ് അർത്ഥം? മാധ്യമങ്ങൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് മാധ്യമങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നതല്ല. നമ്മൾ തമ്മിൽ ഇരിക്കുന്നത്. എനിക്ക് നിങ്ങൾ വരുമ്പോൾ ഞാൻ ഇരുന്ന് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം വെച്ച് കഴിഞ്ഞാൽ ശരി, ഞാൻ പറയുന്നതല്ലേ വരുള്ളൂ. ഞാൻ നിങ്ങളിങ്ങനെ കുനിഷ്ടി ചോദിച്ചാൽ അത് വീടായിരുന്ന പോരെ. എന്ത് വന്നാലും കുറച്ച് സ്പേസ് ഉണ്ട്. ഇവൻ മനോരമയിൽ പോലും സ്പേസ് ഉണ്ട്, മാതൃഭൂമി പോലും സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഓർക്കണം, ഇത് നമ്മളെ നന്നാക്കാനല്ല ഈ പഹയന്മാർ വന്നിരിക്കുന്നത്. കാരണം ജേർണലിസ്റ്റിൻ്റെ കുഴപ്പമല്ല, നിങ്ങൾക്ക് മുതലാളിയില്ലേ എന്ന്. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങളുണ്ട്, അഴിമതിയുണ്ട്, പുതിയൊരു വികസന കാഴ്ചപ്പാടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംഘടനാ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട സമയമേ അല്ലല്ലോ. ഇടതുപക്ഷ നേതാക്കൾ പിന്നീട് എന്തിനാണ് സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്? അതല്ലേ ഇവ ചർച്ച ചെയ്യുന്ന പ്രശ്നം. ചർച്ച ചെയ്യേണ്ടതല്ല. ഇനി ചർച്ച ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ചർച്ച നാളെ ഉണ്ടാകും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഇപ്പോൾ ഒന്നും ചർച്ച ചെയ്യേണ്ട കാര്യമല്ല, ഞങ്ങൾക്ക് വേറെ ഏർപ്പാടുണ്ട്, അതുകൊണ്ട് പിന്നീട് നമുക്ക് നോക്കാം ആ കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ പറയാം. അതപ്പം ഞാൻ പറയുന്നത്. VS അച്യുതാനന്ദൻ ഈ തെരഞ്ഞെടുപ്പിലും 92ാമത്തെ വയസ്സിലും മത്സരിക്കുന്നുണ്ട്. ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായിട്ടുള്ള പ്രമേയം ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്ന് പാർട്ടി വിശദീകരിക്കുന്നു. എന്താണ് ആ പ്രമേയത്തിലുള്ള കണ്ടന്റ് എന്ന് താങ്കൾക്കും അറിയാവുന്നതാണ്. സ്വാഭാവികമായും ഭരണകക്ഷി നേതാക്കൾ ചോദിക്കും, പാർട്ടി ഇങ്ങനെ കണ്ടിട്ടുള്ള ആൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്, ഞങ്ങൾ കണ്ടിട്ടുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എന്ന് മുതിർന്ന PB അംഗം പിണറായി വിജയൻ പറയുന്നു. എന്തൊരു വൈരുദ്ധ്യമാണ് അത്. ഞാൻ പറഞ്ഞല്ലോ, ഏതായാലും നമ്മളിവിടെ പരസ്യമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. രണ്ടുപേരും അതിന് വിശദീകരണം നൽകി. ഇതിനപ്പുറം എന്ത് വിശദീകരണമോ എനിക്ക് നൽകാൻ പറ്റുക. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് വേറെ കാര്യമുള്ള കാര്യം വർത്താനം പറയാം. തീർച്ചയായും. ഒപ്പം ഇത് രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് രാഷ്ട്രീയം കൈകാര്യം ചെയ്തിരുന്ന രീതിയാണ് കേരളത്തിനുണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ ഒരു ശക്തി കൂടി വരികയാണ്. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയെ മാറ്റി മറ്റേ മുന്നണിയെ പരീക്ഷിക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പരമ്പരാഗതമായ ശീലമെങ്കിൽ ഒരു പക്ഷേ അതിന് പോലും മാറ്റം വരാനുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലെ ഒരു മൂന്നാമത്തെ ശക്തി വരുന്നതിനെ കുറച്ച് കാണുന്നുണ്ടോ? ഗൗരവത്തിലെടുക്കുക. ഞങ്ങളുടെ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ കുന്തമന പ്രചരണത്തിൻ്റെത് ഈ SNDP BGDS വെള്ളാപ്പള്ളിമാർ ഉയർത്തിയ വെല്ലുവിളി നിലപാടുകൾക്കെതിരായിട്ടാണല്ലോ. അത് ജനങ്ങൾ കുറച്ചൊക്കെ നഷ്ടം വന്ന് കാണും, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പക്ഷേ മഹാഭൂരിപക്ഷം സമുദായ സ്നേഹികളും അവർ രാഷ്ട്രീയമായിട്ട് ഇപ്പുറത്ത് സാമുദായികമായിട്ട് SNDPയെ ആരും എതിർക്കത്തില്ല, അവരുടെ അമ്പലങ്ങളുടെ കാര്യങ്ങൾ എതിർക്കണമെന്നില്ല. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം നിന്നു. അല്ലെങ്കിൽ പഞ്ചായത്ത് ഞങ്ങൾ ജയിക്കത്തില്ലല്ലോ. അപ്പോൾ കേരളത്തിൽ ഇന്നേ വരെ BJPക്ക് ഒരു MLA പോലും വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. RSSൻ്റെ വലിയ ബലമുണ്ട്, പക്ഷേ ജനങ്ങളുടെ പിന്തുണയില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കഴിവൊന്നും അല്ല കേട്ടോ, അതാ എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ കാരണം കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യമാണ്. മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്നുള്ള ഗുരുവിൻ്റെ ആപ്തവാക്യം മലയാളിയുടെ മനസ്സിലുള്ളത്. അപ്പോൾ അത് BJP വന്ന് ഹിന്ദു ആയാലേ നല്ല മനുഷ്യനാവും എന്ന് പറഞ്ഞാൽ വില പോവില്ലെന്ന്. അല്ല, കേരളത്തിൻ്റെ ആ സെക്കുലർ പൊതുബോധം പതിയെ കുറഞ്ഞു വരുന്നില്ലേ? നോക്കൂ, BJPയുടെ വളർച്ച, അവർ 27 ലക്ഷം വോട്ട് സംസ്ഥാനത്തുള്ള പാർട്ടിയായി മാറിയിരിക്കുന്നു. BDJSൻ്റെ കൂടി പങ്കാളിത്തം ഈ തെരഞ്ഞെടുപ്പിൽ വരികയാണ്. അങ്ങനെയുള്ള ഒരു വശം. മറുവശത്ത് ന്യൂനപക്ഷ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ UDFന് പല ഘട്ടങ്ങളിലും സാധിച്ചിട്ടുണ്ട്. അവർ സ്വാഭാവികമായും അതിന് ശ്രമിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ചെകുത്താനും കടലിനും ഇടയ്ക്കാണ് ഇടതുപക്ഷം. അതെ, ആ ഒരു പ്രശ്നമുണ്ട്. ആ വെല്ലുവിളിയെ നേരിടാം എന്നുള്ള തൻ്റെ ഇടമുണ്ട്. അരുവിക്കര കഴിഞ്ഞപ്പോൾ വലിയൊരു ആശങ്കയുണ്ട്, എന്താ സംഭവിക്കാൻ പോകുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് നേരിടാം, പല വെല്ലുവിളികൾ നേരിട്ട പോലെ ഇതിനെയും നേരിടാം എന്നുള്ള ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തിന് വന്നു ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഫ്ലെക്സ് ബോർഡുകൾക്കൊപ്പം VS അച്യുതാനന്ദൻ്റെ ചിത്രവും ഉണ്ടായിരുന്നു. ഇക്കുറി അങ്ങനെ കാര്യമായി അത് കാണുന്നില്ല. ഇക്കുറി ഒരു നായകൻ്റെ അഭാവം LDFനെ സംബന്ധിച്ച് ബാധിക്കുന്നുണ്ടോ? ഇക്കുറി രണ്ടുപേരും പിണറായി വിജയനും VS അച്യുതാനന്ദനും നയിക്കല്ലെന്ന് അതിൽ കൂടുതലൊരു ഭാഗ്യം ഈ പാർട്ടിക്കുണ്ടാവണം. ഏറ്റവും ജനസമ്മതിയുള്ള രണ്ടുപേരും തന്നുള്ള തർക്കങ്ങൾ നേരത്തെ ഉണ്ടായത് അതൊന്നുമില്ല, ഒരുമിച്ച് നയിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒരാൾക്കല്ലേ മുഖ്യമന്ത്രിയാകാൻ സാധിക്കൂ. അതന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇപ്പം ഞങ്ങളെ കൊണ്ട് ചർച്ച ചെയ്യിക്കാനും നോക്കേണ്ട ചങ്ങാതി. ഞങ്ങൾക്ക് ഒരുമിച്ച് നയിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് ഭരിക്കാനും പറ്റും. തോമസ് ഐസക്കാണ് കേരളത്തെ നയിക്കേണ്ടതെന്ന് താങ്കളുടെ സുഹൃത്തായ MP പരമേശ്വരൻ ഒരിക്കൽ അഭിപ്രായപ്പെട്ടിരുന്നു. അതിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളും ഉണ്ടായിരുന്നു. ആ കാരണങ്ങളെ താങ്കൾ തള്ളുന്നു. വളരെ ദൗർഭാഗ്യകരമായി പോയി MP അങ്ങനെയൊക്കെ പറഞ്ഞത്. കാരണം ഇത് ആർക്കറിഞ്ഞൂടാത്തത് നമ്മുടെ പാർട്ടിയിലെ ചിട്ടകളെക്കുറിച്ചുമൊക്കെ. അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയ എനിക്ക് പറയാം, ഇങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ ശത്രുക്കൾ എന്തിനാ? അല്ല, പാർട്ടിയുടെ ചിട്ടവട്ടങ്ങൾക്കപ്പുറത്ത് അദ്ദേഹം ഒരു പൊതു കാഴ്ചപ്പാട്, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അതിലൊന്നും അർത്ഥമില്ല. EMSന്റെയും AKGയുടെയും ഗുണങ്ങളുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേക കാഴ്ചപ്പാടൊന്നും വെക്കുന്നില്ല. പാർട്ടിയുടെ കാഴ്ചപ്പാട് തന്നെയുള്ളൂ. പക്ഷേ നമ്മുടെ പാർട്ടി ഇങ്ങനെ പോരാ എന്നൊക്കെ അഭിപ്രായമുള്ളവരുണ്ടാവും. പാർട്ടി അംഗങ്ങളല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിച്ച അംഗങ്ങൾ മാത്രമല്ലല്ലോ, നാട്ടിൽ ഒരുപാട് പേര് പാർട്ടി പിന്തുണക്കുന്നവരുണ്ടല്ലോ. അവർക്ക് പാർട്ടിയോടുള്ള ചില വിമർശനങ്ങളും കാര്യങ്ങളും ഉണ്ടാവും.
ആ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ വരുന്നത് അവരുടെ ഭാഗത്തെ ശക്തിപ്പെടുത്തുമെങ്കിലും ഈ പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന എന്നെപ്പോലുള്ളവർ ദുർബലപ്പെടുത്തത്തേ ഉള്ളൂ. അതുകൊണ്ട് എം പി പരമേശ്വരനെ പോലുള്ളവരൊക്കെ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ ഒഴിവാക്കണമെന്ന് എൻ്റെ അഭ്യർത്ഥന. ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന അസ്തിത്വം ഒരിക്കലും CPIM അംഗീകരിക്കില്ലായിരിക്കും. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഒരു പൊതു അവസ്ഥയുണ്ടല്ലോ, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ അവസ്ഥ. ആം ആദ്മി പാർട്ടി ഉദാഹരണത്തിന് ഡൽഹിയിൽ എങ്ങനെയാണ് 67 സീറ്റ് നേടിയത് എന്ന് നമുക്കറിയാം. സമാനമായ ഒരു പൊതുസമൂഹം അല്ലെങ്കിൽ ഒരു പൗരസമൂഹവും കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ഘട്ടത്തിൽ പാർട്ടിയെ സംബന്ധിച്ച് ചില പുതുക്കിപ്പണിയലുകൾ സംവിധാനത്തിലും വേണ്ടേ? പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്ത ശേഷം എടുത്തൊരു തീരുമാനമാണ്. അതിൻ്റെ അർത്ഥം ഒരു മാറ്റവും ഉണ്ടാവുന്നല്ല. ഇപ്പം ലെനിൻ്റെ കീഴിലുള്ള ലെനിനിസ്റ്റ് പാർട്ടി തന്നെ 95 വിപ്ലവകാലത്ത് ലെനിൻ പറഞ്ഞു പാർട്ടി അംഗത്തെ പെർജ് ചെയ്യണം, ഒരു വിധത്തിലുള്ള എണ്ണം കുറയ്ക്കണം, കൂടുതൽ കേന്ദ്രീകൃതമാകും. വിപ്ലവം കഴിഞ്ഞപ്പോൾ വിപ്ലവം തോറ്റു കഴിഞ്ഞപ്പോൾ അടിച്ചമർത്തൻ്റെ കാലം കഴിഞ്ഞ് പുതിയൊരു മുന്നേറ്റം തുടങ്ങിയപ്പോൾ ലെനിൻ ആകെ നിലപാട് മാറ്റി. മോഷെ ലെവിൻ്റെ ഒരു നല്ല പുസ്തകമുണ്ട്, ലെനിനിസം അണ്ടർ ലെനിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സംഘടനാ തത്വം എന്ന് പറയുന്നത് ഒരു ഒലക്കൊന്നുമല്ല. കാലങ്ങൾക്കനുസരിച്ച് ആവശ്യങ്ങൾക്കനുസരിച്ച് അതിൽ ഭേദഗതികൾ ഊന്നലുകൾ വരും. അങ്ങനെ നോക്കുമ്പോൾ CPM ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടത് തുറന്ന് ഇന്നിപ്പോൾ നിശ്ചയമായിട്ടും ഒരു അടിയന്തരാവസ്ഥ കാലത്തോ അല്ലെങ്കിൽ കൊടിയ മർദ്ദനത്തിൻ്റെ കാലത്ത് പ്രവർത്തിക്കുമ്പോഴുള്ള സംഘടനാ ശൈലിയിൽ രീതിയിൽ ഇന്ന് പെരുമാറാൻ പാടില്ല. അല്ല, മാറ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ജനകീയ ഇടപെടലുകൾ നടത്തുന്നു, ജൈവ പച്ചക്കറി, മാലിന്യ നിർമ്മാർജ്ജനം, സാന്ത്വന പരിചരണം, നീർത്തട സംരക്ഷണം, ഇങ്ങനെ ഒരു സാമൂഹികമായ ഇടപെടലുകൾ നടത്തുന്ന സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ നിലവാരത്തിലേക്കും പാർട്ടി വരുന്നുണ്ടല്ലോ. അതല്ലാതെ ഉള്ള ഒരു പാർട്ടി ചട്ടക്കൂട് എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു മ്യൂസിയം പീസ് അല്ലേ? അപ്പോൾ അതിനനുസൃതമായ ഒരു നേതൃത്വം, അതിനനുസൃതമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ വരിക എന്നുള്ളത് സ്വാഭാവികമായും ആളുകൾ പറയുന്ന ഒരു കാര്യമല്ലേ? ഇന്നുള്ള നേതൃത്വം തന്നെയല്ലേ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും പാർട്ടി നേതൃത്വവും കൂട്ടായി തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലാതെ വേറെ ആർക്കെങ്കിലും ഒരു അജണ്ട വെക്കാൻ കഴിയുമോ? PMSൻ്റെ AKGയുടെയും കഴിവുകൾ ഒരുപോലെയാണ്. P. കൃഷ്ണപിള്ളയുടെയും. ഈ ത്രിമൂർത്തികൾക്ക് ഓരോരുത്തർക്കും അവരുടെ സ്വഭാവ വിശിഷ്ടം ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ എനിക്കില്ലാത്ത കഴിവുകൾ ഒരുപാട് നേതാക്കന്മാർക്കുണ്ട്. അവരാ മേഖല വ്യാപരിക്കും. എനിക്കൊരു പക്ഷേ ഇങ്ങനെ കൗതുകരമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അല്ല, അതൊരു കേവല കൗതുകം മാത്രമാണ്. കേരളം ഒരു വലിയ മധ്യവർഗ സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു പാർട്ടി, അതിൻ്റെ നേതൃത്വം ഇങ്ങനെ കല്ലേ പിളർക്കുന്ന ശാസനകൾ അല്ലെങ്കിൽ ആ ചട്ടക്കൂട്, ഇതൊക്കെ എങ്ങനെയാണ് ആ വളർന്നു വരുന്ന വലിയ മധ്യവർഗം അംഗീകരിക്കുക? ഉറപ്പായിട്ടും ഇതിലൊക്കെ മാറ്റം വരാതിരിക്കും, വരിക തന്നെ ചെയ്യും. കാരണം അല്ലാതെ നിൽക്കാൻ കഴിയില്ല. കേരളത്തിൽ പണ്ട് ഇടത് വലത് രണ്ടായിട്ട് വേർതിരിഞ്ഞ് നിന്ന സമൂഹമാണ്. ഒരു 10-15% മാത്രമേ ഇത് രണ്ടിലും പെടാതെ നിൽക്കാറുള്ളൂ. ഇന്ന് കേരളത്തിൻ്റെ ഒരു 30%, 3 അന്ന് രണ്ടിലും പെടാതെ നിൽക്കുന്നവരാണ്. ആ പെടാതെ നിൽക്കുന്നതിൻ്റെ പിന്നിൽ ഇവരുടെ വിമർശനങ്ങൾ, ഞങ്ങളുടെ പോരായ്മകളൊക്കെ വരുമെങ്കിലും ഭൗതിക അടിത്തറയുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ മധ്യവർഗത്തിൻ്റെ വളർച്ചയാണ്. കേരളം ഇങ്ങനെ പോളറൈസ് ചെയ്യപ്പെടുകയല്ല ചെയ്യുന്നത്, മറിച്ച് കേരളത്തിലെ സവിശേഷ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ആരും തകരാൻ അനുവദിക്കില്ല, അപ്പുറത്ത് അങ്ങ് കൊടുക്കും. അതുകൊണ്ട് വളർന്നു വരുന്നത് വലിയൊരു ഇടത്തരം വിഭാഗമാണ്. ആ ഒരു സമയത്ത് അവരോട് സംവദിക്കാൻ പറ്റണം. അതിനുള്ള രീതികൾ, ശൈലികൾ ആവിഷ്കരിക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരോട് വർത്താൻ പറയാൻ. അല്ല, അവരോട് സംവദിക്കുന്ന ഒരു നേതൃത്വം വേണ്ടേ? ഉണ്ടല്ലോ, അതിനെല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇല്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതിപ്പോൾ VSനല്ലേ ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടുന്നത്. VS വളരെ കർക്കശനായിട്ടുള്ള ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു. കർക്കശം മാറ്റിയപ്പോഴാണ് പിന്തുണ കിട്ടുന്നത്. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഈ മാറ്റങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് വരുത്താൻ കഴിവുള്ളവരാ CPMൻ്റെ നേതാക്കന്മാർ. അതുകൊണ്ട് എനിക്ക് യാതൊരു സംശയമില്ല, CPM ഇന്നത്തെ പുതിയ വെല്ലുവിളികളെ നേരിടും, അവസരത്തിന് ഉയരും. അതിന് നല്ലൊരു അടിത്തറ ഇപ്പോഴുണ്ട്. കാരണം നമ്മൾ വിഭാഗീയമായി ഭിന്നിച്ച് നിൽക്കുമ്പോഴേ ശരി തെറ്റല്ല നോക്കാം, നമ്മുടെ കൂടെ ആര് നിൽക്കുന്നു എന്നുള്ളതാണ്. അത് വിട്ടിട്ട് യോജിച്ച് നിൽക്കുമ്പോൾ ശരി തെറ്റുകളെ കൃത്യമായിട്ട് ആലോചിക്കാൻ പറ്റും. അതുകൊണ്ട് വളരെ അസുലഭമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും വളരെ നന്ദി. താങ്ക് യു വെരി മച്ച് തോമസ് ഐസക്.
Nucleus Properties Close Encounter, brought to you by Nucleus Premium Villas and Apartments, Kochi, Kottayam, Thiruvananthapuram. Live life.